ഹലോ, വെൽക്കം ടു ജിയോജിത് സ്പോട്ട്ലൈറ്റ്. പുതുവർഷം തുടങ്ങിയത് വിപണി ഒരു കറക്ഷൻ മോഡിലേക്ക് നീങ്ങിയാണ്. 2024 സെപ്റ്റംബറിലെ ഉയർന്ന നിലയിൽ നിന്ന് നിഫ്റ്റി 11% കറക്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കറക്ഷൻ മിഡ് ആൻഡ് സ്മോൾ ക്യാപ് വിഭാഗങ്ങളിൽ വളരെ ഷാർപ്പായിരുന്നു. ജനുവരി 13 നിഫ്റ്റി 1.4% കുറഞ്ഞപ്പോൾ നിഫ്റ്റി മിഡ് ആൻഡ് സ്മോൾ ക്യാപ് ഇൻഡെക്സുകളിൽ 4%-ലധികമാണ് ക്രാഷ് ഉണ്ടായത്. അതുകൊണ്ട് നിഫ്റ്റിയിലെ 11% ഫോൾ യഥാർത്ഥ പിക്ചർ നൽകുന്നില്ല. യഥാർത്ഥ കറക്ഷൻ അതിനേക്കാൾ വളരെ കൂടുതലാണ്. നിഫ്റ്റി മിഡ് ക്യാപ് 150 ഇൻഡെക്സിൽ 75 സ്റ്റോക്സ് 25%-ലധികം കറക്റ്റ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ് 250 ഇൻഡെക്സിൽ 130 സ്റ്റോക്സ് പകുതിയിലധികം 25%-ലധികം ക്രാഷ് ചെയ്തു. ചില സ്റ്റോക്സ് 40-50% വരെ ക്രാഷ് ചെയ്തു. അതുകൊണ്ട് ലാർജ് ക്യാപ്സിനേക്കാൾ മിഡ് ആൻഡ് സ്മോൾ ക്യാപ്സ് കൂടുതലുള്ള പോർട്ട്ഫോളിയോയിൽ ഉണ്ടായ ഇടിവ് വളരെ കൂടുതലാണ്. അത്തരം പോർട്ട്ഫോളിയോകൾ ഉള്ള ഇൻവെസ്റ്റേഴ്സ് ഇത് അനുഭവിച്ചിട്ടുണ്ടാവും. ഇനി മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് സാധ്യതകൾ, എന്തെല്ലാമാണ് വെല്ലുവിളികൾ? ഒരു കാര്യം ചുരുക്കി പറയാം. 2020 മാർച്ചിലെ നിഫ്റ്റി 7511 ലെവലിൽ നിന്ന് 2024 സെപ്റ്റംബറിലെ 26,277 ആ പീക്കിലേക്കുള്ള ഷാർപ്പ് ബുൾ റാലി താൽക്കാലികമായി ഒരു പോസ് മോഡിലാണ്, ഒരു വിരാമത്തിലാണ്. നിഫ്റ്റി ഓൾ ടൈം ഹൈ ആയ 26,277 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകണമെങ്കിൽ GDP ഗ്രോത്തിൻ്റെയും കോർപ്പറേറ്റ് ഏർണിങ്സിൻ്റെയും ഫണ്ടമെൻ്റൽ സപ്പോർട്ട് വേണം. ദിസ് വിൽ ടേക്ക് സം ടൈം. അതുവരെ നിക്ഷേപകർ ഫോക്കസ് ചെയ്യേണ്ടത് ഏർണിങ്സ് വിസിബിലിറ്റിയുള്ള സെഗ്മെൻറ്റ്സിലാണ്. ഗ്രോത്ത് സ്ലോ ഡൗൺ ബാധിക്കാത്ത സെക്ടേഴ്സ്, ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ, IT, ഡിസ്ക്രിഷണറി കൺസംഷൻ തുടങ്ങിയവ. ഈ വിഭാഗങ്ങളിലെ ഓഹരികൾ മാർക്കറ്റിൽ ഔട്ട് പെർഫോം ചെയ്യും. ഈയിടെയുണ്ടായ മാർക്കറ്റ് കറക്ഷനിലും ഈ സെഗ്മെൻറ്റ്സ് ശക്തമായിരുന്നു എന്നത് ഓർക്കുക. മിഡ് ക്യാപ്സ് ആർ ഹൈലി ഓവർ വാല്യൂഡ്. ദ നിഫ്റ്റി മിഡ് ക്യാപ് ഇൻഡെക്സ് ഇസ് ട്രേഡിംഗ് അറ്റ് എ PE ഓഫ് 30, ടോട്ടലി അൺജസ്റ്റിഫയബിൾ. എങ്കിലും ഈ സെഗ്മെൻറ്റ്സിലും ഗ്രോത്ത് വിസിബിലിറ്റിയുള്ള സ്റ്റോക്സ് ശക്തമാണ്. മുമ്പുള്ള വീഡിയോ, ഓഡിയോ, പോഡ്കാസ്റ്റുകളിൽ സൂചിപ്പിച്ചിട്ടുള്ള ക്വാളിറ്റി ഹൈ ഗ്രോത്ത് സ്റ്റോക്സ് മിഡ് ക്യാപ്സ് നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഉദാഹരണം BSE, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ട്രെൻഡ്, ഡിവീസ് ലാബ്. ചുരുക്കി പറഞ്ഞാൽ ഇക്കോണമിയിലെ ഗ്രോത്ത് സ്ലോ ഡൗൺ ഘട്ടത്തിലും ശക്തമായ വളർച്ച കാഴ്ചവെക്കുന്ന കമ്പനികളുടെ സ്റ്റോക്സ് ശക്തമായി തന്നെ തുടരും. ദ റീസൺ ഈസ് ഏർണിങ്സ് വിസിബിലിറ്റി ഡെസ്പൈറ്റ് ഗ്രോത്ത് സ്ലോ ഡൗൺ ഇൻ ദ ഇക്കോണമി. വരുന്ന ദിവസങ്ങളിൽ ആഗോളതലത്തിൽ തന്നെ വിപണികളെ സ്വാധീനിക്കുക അമേരിക്കയിൽ നിന്നുള്ള വാർത്തകളായിരിക്കും. ജാനുവരി 20 സ്ഥാനമേൽക്കുന്ന പ്രസിഡന്റ് ട്രംപിൻ്റെ നയപരമായ തീരുമാനങ്ങൾ എന്തെല്ലാം ആയിരിക്കുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞ പോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ, അതായത് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് മേൽ 60% വരെ ഇമ്പോർട്ട് ഡ്യൂട്ടി ചുമത്തുമെന്ന ഭീഷണി ഇത് നടപ്പിലാക്കുകയാണെങ്കിൽ ആ നീക്കം എല്ലാ വിപണികളെയും ഗണ്യമായി ബാധിക്കും. എന്നാൽ അതിനുള്ള സാധ്യത കുറവാണ്. ചെറിയ തോതിൽ നികുതികൾ വർദ്ധിപ്പിച്ച് ശക്തമായി നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമായിരിക്കും ട്രംപ് നടപ്പിലാക്കാൻ സാധ്യത. വിപണിയും ഇപ്പോൾ ഇതാണ് കരുതുന്നത്. അതുകൊണ്ടാണ് ട്രംപ് പ്രസിഡൻസി ഇനോഗ്രേഷൻ അടുക്കുമ്പോൾ ഡോളർ ഇൻഡെക്സിലും US ബോണ്ട് ഈൽഡിലും അല്പം കുറവ് സംഭവിച്ചിട്ടുള്ളത്. 4.79% വരെ ഉയർന്ന US 10-year ബോണ്ട് ഈൽഡ് ഇപ്പോൾ 4.65% കുറഞ്ഞിട്ടുണ്ട്. 110 അടുത്തേക്ക് നീങ്ങിയ ഡോളർ ഇൻഡെക്സ് ഇപ്പോൾ 109 അടുത്താണ്. ഈ രണ്ട് സുപ്രധാന സൂചികകളിൽ ഇനിയും താഴ്ചയുണ്ടാവുകയാണെങ്കിൽ എമർജിംഗ് മാർക്കറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അത് നല്ല വാർത്തയായിരിക്കും. FIIസിൻ്റെ വിൽപ്പനയിലും ഗണ്യമായ കുറവുണ്ടാവും. നേരത്തെ സൂചിപ്പിച്ച പോലെ നിക്ഷേപകർ സേഫ്റ്റിക്ക്, സുരക്ഷിതത്വത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണം. ഉയർന്ന അനിശ്ചിതത്വത്തിൻ്റെ ഈ സമയത്ത് പണം നഷ്ടപ്പെടാതിരിക്കാനാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. വാറൻ ബഫറ്റിൻ്റെ പ്രസിദ്ധമായ വചനങ്ങൾ ഓർക്കുക. There are 2 principles of investment. First principle, never lose money. Second principle, never forget the first principle.